30 ദിവസം നിങ്ങൾ ഫോൺ തൊടാതെ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ആദ്യ 3 ദിവസം കൈ സ്വയം ഫോണിലേക്ക് പോവും. മനസ്സ് അസ്വസ്ഥമാകും. എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ തോന്നും. 7-ാം ദിവസം നിങ്ങൾ ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും. കാറ്റിന്റെ ശബ്ദം, പക്ഷികളുടെ ശബ്ദം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. 15-ാം ദിവസം നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ ആഴത്തിലാകും. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ഞാൻ എവിടെയാണ്? ജീവിതം എവിടേക്കാണ് പോകുന്നത്? അങ്ങനെ 30 ദിവസം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. നോട്ടിഫിക്കേഷൻ ശബ്ദങ്ങളില്ല, കമ്പാരിസണില്ല, അൺഹെൽതി ഡോപ്പമീനില്ല. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമായി മാറും. രണ്ടാമതായി, ഫോക്കസ് ശക്തമാകും. പഠിക്കുമ്പോൾ മനസ്സ് പിരിയില്ല. ഒരു കാര്യത്തിൽ ആഴത്തിൽ മുഴുകാൻ കഴിയുന്ന ശക്തി കൈവരും. മൂന്നാമതായി, നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടും. ലേറ്റ് നൈറ്റ് സ്ക്രോളിംഗ് ഇല്ല, ബ്ലൂ ലൈറ്റ് ഇല്ല. മോർണിംഗ് ഫ്രഷായി എഴുന്നേൽക്കാം. എനർജി ലെവൽ ഇരട്ടിയാകും. നാലാമതായി, നിങ്ങളുടെ ഫാമിലി ബോണ്ട്. വീട്ടുകാരുമായി സംസാരിക്കാൻ കൂടുതൽ സമയം കിട്ടും. എങ്കിലും ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയാമോ? സെൽഫ് കൺട്രോൾ. അതെ, നിങ്ങൾ നിങ്ങളെ വരച്ച വരയിൽ നിർത്താൻ പഠിക്കും. സെൽഫ് റെസ്പെക്റ്റും ഉയരും. ശരിക്കും പറഞ്ഞാൽ 30 ദിവസം ഡിസിപ്ലിൻ പാലിച്ചാൽ നിങ്ങൾ പുതിയൊരാളായി മാറും. ക്ലിയർ മൈൻഡ്, സ്ട്രോങ് ഫോക്കസ്, പവർഫുൾ ഫ്യൂച്ചർ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, റെഡിയാണോ ഈ 30 ദിവസത്തെ ചാലഞ്ച് ഏറ്റെടുക്കാൻ?